ഹായ് അസ്സലാമു അലൈക്കും. കിസൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വ്ളോഗില്ല. അപ്പോൾ റെസിപ്പി കാണിക്കുന്നത് പെരുന്നാളിൻ്റെ അപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ ഒരേ ബാറ്ററിൽ 2 തരം പെരുന്നാളിൻ്റെ അപ്പം ചുടുന്നത് ഞാൻ കാണിക്കുന്നുണ്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിൽ 3 ടിന്ന് പച്ചരി എടുത്തിന്. അത് ഒരു 4-5 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിന്. അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി. പിന്നെ 3 മുട്ട എടുക്കുന്നുണ്ട്. പിന്നെ ഇത് അരച്ചെടുക്കണം. വെള്ളമാക്കിയിട്ട് അരച്ചെടുക്കണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക. ഫസ്റ്റ് അരച്ചെടുക്കുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂട്ടാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുത്തത്. ഉപ്പെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഇതിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളർ ഇടുന്നുണ്ട്. അതൊരു നമുക്ക് ഫ്രൈ ആക്കുമ്പോൾ ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു കളർ ഇത് വൈറ്റ് തന്നെ ആകുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു യെല്ലോ കളർ ഇടുന്നുണ്ട്. അപ്പോൾ കളർ ഫുഡ് കളർ ഇടാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാം. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഇടലുണ്ട് ഇങ്ങനെ കളറ്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്ത ആൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നല്ല പാങ്ങിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റത്തെ ബാറ്റർ, അപ്പോൾ ഈ ഒരു ഇതിൽ മതി ഫസ്റ്റത്തെ ബാറ്റർ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ കാഷ്യൂനട്ട് ഫ്രൈ, കൊട്ടാച്ചി എന്ന് പറയുക. പിന്നെ കടലാച്ചിയതും കൊട്ടാച്ചിയതും രണ്ടും ഉണ്ടാക്കുന്നതിന് ഒരേ ബാറ്ററിൽ. അപ്പോൾ കടലാച്ചിയൊക്കെ നമുക്ക് കുറച്ച് ലൂസ് ബാറ്റർ വേണം, കൊട്ടാച്ചിയൊക്കെ ഈ ഒരു ലൂസിൽ മതി. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കാഷ്യൂനട്ട് അതിൽ ഇട്ടിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ടിടുന്നത്. മറ്റത് കടലാച്ചിയത് ഇങ്ങനെയല്ല ഇടുന്നത്, പിന്നെ ഒന്നാകെ എടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പോൾ കാഷ്യൂനട്ട് ഫസ്റ്റ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്റർ മനസ്സിലായാലും നമ്മൾ മുക്കിയിട്ട് എടുക്കണം. നമ്മൾ കായ് കാച്ചുമ്പോഴല്ലോ മുക്കിയിട്ട് ഇതാക്കുന്നില്ല, അതുപോലെ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പാങ്ങല ഫ്രൈ ആണോ, അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ അത് ഫ്രൈ ആയി. ഞാനിതിപ്പോൾ എനിക്ക് ഒരു 1/2 കിലോ ഇതുണ്ടായിന്, ഓർഡർ ഉണ്ടായിന്. പിന്നെ ഞാൻ 1/2 കിലോ തന്നെ മേങ്ങിയിട്ട് അതിന്, പക്ഷേ അത് 1 കിലോത്തിൻ്റെ അടുത്ത് ആയിന് അത് ആക്കിയിട്ട് വെയിറ്റ് നോക്കുമ്പോൾ. അതിന് ശേഷം കടല കാച്ചുന്നുണ്ട്. അപ്പോൾ കടല കാച്ചുന്നതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കണം. ഇങ്ങനെ കട്ടിയിൽ ആക്കിയെങ്കിൽ ആ ഒരു ക്രിസ്പി കിട്ടില്ല നമുക്ക്. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് എടുക്കണം. കൈനോട് ഇതിങ്ങനെ കുറച്ച് ഇത് കൊടയും പോലെ ആക്കിയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, എണ്ണ തെറിക്കാതെ നോക്കണം. പിന്നെ ചില ആൾ സ്പൂണിലല്ല കോരിയിട്ട് വയ്ക്കുന്നത്. പിന്നെ അത് ഞാൻ അങ്ങനെ ആക്കലില്ല. ചില ആൾക്ക് ഒരു ഇതിനും വേണ്ടിയിട്ട് ഒരു ഇതിനും വേണ്ടിയിട്ട് സേഫ്റ്റിക്കും വേണ്ടിയിട്ടായിരിക്കും എണ്ണയെല്ലാം തെറിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാനത് എനിക്കല്ല ഇങ്ങനെ അങ്ങനെ ആക്കുമ്പോൾ എനിക്കൊരു റാത്താകുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആക്കിയെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകുന്നു കുറേ ഇടുമ്പോൾ. പക്ഷെ അപ്പം തന്നെ ഞാൻ എന്താക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇത് അതിനെ അത് ഈ കയ്യിലിനോട് ഇങ്ങനെ കുത്തിക്കൊണ്ട്, അപ്പോൾ സെപ്പറേറ്റ് ആയിക്കൊണ്ട് വരും ചെറുതായിട്ട്. ഇല്ലെങ്കിലല്ല ഒന്നാകെ ഇതായിട്ട് പിന്നെ നമുക്കത് ഒരു കിട്ടുമ്പോൾ ശരിയാവില്ല, പാങ്ങുണ്ടാവില്ല. നമുക്ക് ഓർഡറെല്ലാം കൊടുക്കുമ്പോൾ നേരെ വേണ്ടേ. അങ്ങനെ അത് മീഡിയം ഫ്ലെയിമിൽ ഇതാക്കിയിട്ട് പിന്നെ ആക്കിയിട്ട് എടുത്തിന്. ഇതും ഞാൻ 1/2 കിലോ ആക്കിയത്. അപ്പോൾ 3 കപ്പിൽ 1/2 കിലോ ആക്കിയത്. അപ്പോൾ കടല കുറച്ച് ബാക്കിയതിന് ഒരു 50 ഗ്രാം ബാക്കിയായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് അത് 1/2 കിലോ വെയിറ്റ് നോക്കിയിട്ട് കൊടുക്കണ്ട. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഒരു 3/4 കിലോ ആയിട്ട് കിട്ടീന്. പിന്നെ ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കിയത് ദുബൈക്ക് കൊടുക്കാൻ ഓർഡർ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് 1/2 കിലോ കൊടുക്കാനുള്ളതുകൊണ്ട് ആക്കിയത്. ബാക്കിയെല്ലാം പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുന്നേ ഫസ്റ്റ് തന്നെ ആക്കിയത്. അപ്പോൾ ഞങ്ങൾ കാസർഗോട്ടെ പെരുന്നാളിൻ്റെ അപ്പായ കടലാച്ചിയതും കൊട്ടാച്ചിയതും ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു പെരുന്നാളിൻ്റെ അപ്പമായിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.